മികച്ച വിദ്യാഭ്യാസം, ഉറച്ച തൊഴിൽ. എംപയർ, ജീവിത വിജയത്തിന്റെ എംപറർ. Empire College of Science, Mundal, Kuttipuram, Malappuram. ലയൺസ് ക്ലബ്ബ് വളാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 2 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 2 മണി വരെ വളാഞ്ചേരി അൽമാസ് മെഡിസിൻ മുഖവൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ലോക സന്നദ്ധ സംഘടനയായ സ്മൈൽ ട്രെയിൻ ഓർഗനൈസേഷൻ, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് ഇവരുമായി സഹകരിച്ചാണ് സൗജന്യ ചികിത്സയും അനുബന്ധ ശസ്ത്രക്രിയയും ലഭ്യമാക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമുള്ള ശസ്ത്രക്രിയ, തുടർ ചികിത്സകൾ, സംസാരവൈകല്യം, പോഷകാഹാരക്കുറവ് എന്നിവ പരിഹരിക്കുന്നതിനുള്ള ചികിത്സകൾ ഉൾപ്പെടെ തീർത്തും സൗജന്യമായിരിക്കും എന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അൽമാസ് മെഡിസിറ്റിയിൽ നിന്നുമുള്ള പരിശോധനകൾക്ക് ശേഷം തുടർ ചികിത്സകൾ കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കും. ഇന്ത്യയിൽ 700 കുഞ്ഞുങ്ങളിൽ ഒരാൾക്കു വീതം മുഖവൈകല്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് കണക്ക്. ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് 95% മുഖവൈകൃതങ്ങളും പരിഹരിക്കാനാകും. മുഖവൈകൃതത്തോടെ ജനിക്കുന്നത് കുട്ടിക്കും കുടുംബത്തിനും മാനസിക സംഘർഷമുണ്ടാക്കാറുണ്ട്. പത്രസമ്മേളനത്തിൽ അറിയിച്ചവർ: സ്മൈൽ ട്രെയിൻ പ്രൊജക്ട് മാനേജർ പി. മോഹനൻ, ലയൺസ് ക്ലബ്ബ് വളാഞ്ചേരി സെക്രട്ടറി രാമകൃഷ്ണൻ കെ ടി, ജില്ലാ കോർഡിനേറ്റർമാർ ഡോക്ടർ ഹാരിസ് കെ ടി, വേണുഗോപാൽ ഇ ടി. 3 സംഘടനകൾ ഒരുമിച്ചുകൊണ്ട് വളാഞ്ചേരിയും അതിൻ്റെ പരിസര പ്രദേശത്തുള്ള കുട്ടികൾക്ക് വേണ്ടി സൗജന്യ ഒരു ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ചെക്കപ്പ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ക്യാമ്പ് ഈ വരുന്ന നവംബർ 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 2 മണി വരെ വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രസ്തുത ക്യാമ്പിൽ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ പ്രമുഖ ഡോക്ടർ നിഖിൽ, കൂടാതെ മറ്റു ഡോക്ടേഴ്സും അവരുടെ ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പബ്ലിസിറ്റി ആൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷനും തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി. കാരണം ഇങ്ങനെ മുച്ചിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് ആൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. കാരണം അത് ജന്മനുള്ളതായതുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ആൾറെഡി നമ്മളൊരു ലിസ്റ്റ് കേരളത്തിലുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 40ഓളം കുട്ടികളാണ് ഉള്ളത് എന്നാണ് നമുക്ക് കിട്ടിയ ലിസ്റ്റ്. അപ്പോൾ വളാഞ്ചേരി ലയൺസ് ക്ലബ്ബിന്റെ വിജയകരമായ 6 നേത്രപരിശോധന വിരമിച്ച ക്യാമ്പുകൾ കഴിഞ്ഞ സമയത്ത് വളാഞ്ചേരിയുടെ വിവിധ ഭാഗങ്ങളിൽ 6 ക്യാമ്പുകളാണ്. അതിൻ്റെ പ്രചരണവും അതിൻ്റെ പ്രാധാന്യവും ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ ഞങ്ങളോട് വളരെയധികം സഹകരിച്ചു. അത് നന്ദിയോടുകൂടി ഓർക്കുന്നു. ആ ക്യാമ്പിൽ മൊത്തം ഏകദേശം 200ഓളം പേര് പരിശോധിച്ചു. അതിൽ 83 പേർക്ക് വിവരമുണ്ട് എന്ന് മനസ്സിലാക്കി ഓപ്പറേഷന് ശുപാർശകൾ എത്തി. അതിൽ കൂടുതൽ ഏകദേശം 83 പേർക്ക് അധികം പേർക്ക് ചികിത്സ ആവശ്യമുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടാണ്. ആ 83 പേരിൽ ഭൂരിഭാഗം പേരും പാലക്കാട് അഹല്യ ആശുപത്രിയിൽ വെച്ചു, കോട്ടക്കൽ അഹല്യ ആശുപത്രിയിൽ വെച്ചു വിവിധ ശസ്ത്രക്രിയയ്ക്ക് സൗജന്യമായ ശസ്ത്രക്രിയകൾ വിധേയമായി. അവരിൽ പലരുമായിട്ട് ഞങ്ങൾ ഓപ്പറേഷന് ശേഷം ബന്ധപ്പെട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കുറച്ചു പേര് ഓപ്പറേഷനിൽ മാറിയിട്ടുണ്ട്, പ്രൈവറ്റായിട്ടുള്ള ചികിത്സ തേടുന്നവരാണ്. ആദ്യമായി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പേ ഞങ്ങൾ നടത്തിയിട്ടുള്ള പരിപാടിയിലും മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും അറിയിച്ച ആ നിശ്ചലമായ സാഹചര്യം ഓർമ്മിക്കുന്നു എന്നുള്ളത്. ഇനി അടുത്തത് നവംബർ 2-ാം തീയതി നമ്മൾ ഒരു ക്യാമ്പ് കൂടി നടത്തുന്നുണ്ട്. ആ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത സവിശേഷതയുണ്ട്. അതിൽ ശരിക്ക് ചൂണ്ട് മുറിയെണ്ണാക്ക് പരിശോധന മാത്രമല്ല, ഉള്ളവർക്കുള്ള തുടർ ചികിത്സകൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പാണ്.